എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. മുരിങ്ങയില കൊണ്ട് തയ്യാറാക്കിയെടുത്ത കറിയാണ് ഇന്നത്തെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മുരിങ്ങയില കറി മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. ഇനി മുരിങ്ങയില കിട്ടുമ്പം ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവില്ലേ. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ഈ മുരിങ്ങയില കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയില എടുത്ത അളവ് പറയുകയാണെങ്കിൽ കൈക്ക് 2 പിടിയോളം അത്രയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇല കഴുകിയിട്ട് വെള്ളം നന്നായിട്ട് കളയണം. ആ ജലാംശം ഒട്ടും പാടില്ല കേട്ടോ ഇലയിൽ. ഇനി നമുക്ക് വേഗം തന്നെ കറി തയ്യാറാക്കിയെടുക്കാം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്ത് തയ്യാറാക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നു കഴിയുമ്പം അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം കുറച്ച് ചെറിയുള്ളി. ഇപ്പോൾ ഞാനൊരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട. നമ്മുടെ കളറ് മാറുമല്ലോ ചെറിയുള്ളിയുടെ, ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. സവാള എടുക്കരുത് കേട്ടോ. ഈ കറിയിലേക്ക് ചെറിയുള്ളി തന്നെ എടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി ചേർക്കരുത്. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് മാറും. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് 2 or 3 വറ്റൽമുളക് ഒന്ന് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ ചെറിയുള്ളി ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചെറിയുള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുരിങ്ങയില നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്താലും ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അളവൊക്കെ നന്നായിട്ട് കുറയും. അപ്പോൾ നിങ്ങൾക്ക് കറി എത്രയാണ് വേണ്ടതെന്നനുസരിച്ച് മുരിങ്ങയിലേക്ക് എടുക്കണം കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വെള്ളം തളിക്കുകയോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചെറിയ തീയിൽ അതവിടെ ഇരുന്ന് ഒന്ന് കുക്കാവട്ടെ. ആ സമയത്ത് നമുക്കിതിനകത്തേക്കുള്ള നാളികേരം അരച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ നാളികേരമാണ്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ചെറിയുള്ളി. ഇനി ഇതിനകത്തേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ ചേർക്കുമ്പം എരിവിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. 1/4 ടീസ്പൂണിൽ താഴെ ജീരകം എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വരെ ആവാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഒരു രീതിയിലായിരിക്കണം അരച്ചെടുക്കേണ്ടത്. അത് നമ്മൾ മുരിങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങയിലേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിനകത്തേക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ നന്നായിട്ടൊന്ന് കൂട്ടി വെക്കണം കേട്ടോ ഈ സമയത്ത്. പിന്നെ വെള്ളമൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് വെള്ളം അങ്ങ് ചേർക്കുന്നില്ല. ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ ഇത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാൻ ആരും മറന്നു പോവില്ലേ. എനേബിൾ ചെയ്ത് വെച്ചാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നാളികേരത്തിൻ്റെ പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു 3 or 4 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ചാനലിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യാറുള്ളത്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചേരുവ കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തായാലും ചേർത്ത് കൊടുക്കണം, സ്കിപ്പ് ചെയ്യരുത്. കുറച്ച് ഒരു പുളിരസമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം തൈരും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട. ഒരു 3 or 4 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഒരുപാട് പുളിയായി പോരുത് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തൈര് ചേർത്തിട്ട് പിന്നെ നമ്മൾക്ക് ഒരുപാട് സമയമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തേക്ക് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ കടുകും അതുപോലെ
വറ്റൽമുളകൊക്കെ ചേർത്തതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അത്. കുട്ടികളൊക്കെ പൊതുവേ മുരിങ്ങയില കഴിക്കാനായിട്ട് കുറച്ച് മടി കാണിക്കും. ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുത്തു നോക്കൂ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ഇതുപോലത്തെ കറിയൊക്കെ തയ്യാറാക്കാനുള്ള ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോവില്ലേ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്